വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ യെല്ലോ അംബ്രല്ല 7th സ്റ്റാൻഡേർഡിൻ്റെ ബാക്കിയാണ്. സോ അതാ നോക്കിക്കോ, നമ്മൾ ഇതുവരെയാണ് പഠിച്ചത്. അംബ്രല്ല യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സൺഡേ, അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ബാക്കി നോക്കിക്കോ. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ്സ് സ്റ്റോറി. അതായത് ഹിലാരിയോ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ആ ഒരു ബ്രസീൽ സിനിമയുടെ ഒരു ഫിലിം ആക്ട്രസ് അവർ ആണ്, ഒരു ഡയറക്ടറെന്നോ ഫിലിം മേക്കേഴ്സ് ആണ്, അതായത് ഡയറക്ടേഴ്സ് ആണ്. അപ്പം ഹിലാരിയോക്ക് ഈ ബോയ് ജോസഫ് എന്ന് പറയുന്ന ഈ ബോയുടെ സ്റ്റോറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷീ തോട്ട് ഓഫ് ടേണിംഗ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട്, എ റെക്കോർഡ് ഓഫ് എംപതി ആൻഡ് ഹോപ്പ്. അതായത് അവൾ വിചാരിച്ചു, അതായത് ഈ ബോയുടെ വിഷമമുള്ള കഥ ഒരു സിനിമയാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്ന് അവൾ ചിന്തിച്ചു. പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ വളരെയധികം നിസ്സഹായമായ അവസ്ഥയുടെയും ഒരു കഥയാക്കിയാൽ അതൊരു ആർട്ട് പോലെ റെക്കോർഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നവൾ ചിന്തിച്ചു. ഇറ്റ് ടൂക്ക് 10 years of Hilario and her associate Mario Pace to produce the animation film Umbrella. അതായത് ആ അംബ്രല്ല എന്ന് പറയുന്ന ആ സിനിമ അത് ക്രിയേറ്റ് ചെയ്ത് തീരാനായിട്ട് ഏകദേശം 10 വർഷത്തോളം എടുത്തു എന്നാണ് പറയുന്നത്. അവളുടെ ആ ഒരു ഫ്രണ്ടായിട്ടുള്ള മാരിയോ പീസ്, അദ്ദേഹം കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഫിലിം മേക്ക് ചെയ്തത്. Which was the first film they made as a duo. അതായിരുന്നു അവരുടെ ഫസ്റ്റ് ഫിലിം. ഇതൊരു ഷോർട്ട് ഫിലിം എന്തോ ആണ്. ഡുവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് ചേർന്നിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. അതായത് ഏകദേശം നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്താണ് ഇത് റിലീസ് ആവുന്നത്, 2019. ഇറ്റ് റിസീവ്ഡ് ആൻ ഓസ്കാർ നോമിനേഷൻ ആൻഡ് വെന്റ് ഓൺ ദ വിൻ റെക്കഗ്നൈസേഷൻ ഓഫ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ്. അതായത് അതിനോട് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് ആ ഫിലിമിന്. അതുപോലെ തന്നെ പല ഫിലിം ഫെസ്റ്റിവൽസിലും വിൻ ചെയ്തിട്ടുള്ള ഒരു മൂവി കൂടെയാണിത്. Umbrella is a film that can both entertain and enlighten grown-ups and children alike. അതായത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ വിജ്ഞാനഭരിതരാക്കാനും കഴിയുന്ന ഒരു സിനിമയാണിത്. അതായത് അറിവ് വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സിനിമയാണിത്. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. അതായത് ഇത് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും കഥയാണ്. ഇറ്റ് വിൽ കീപ് അവർ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് അത് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം എന്നാണ് അർത്ഥം. വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മീൻസ്, മലയാളം വാക്കിന് തുമ്പത്ത് നിൽക്കുന്നു, മനുഷ്യരെങ്ങനെ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ മനുഷ്യരുടെ ഉത്തരവാദിത്വത്തിനും വാല്യൂ കൊടുക്കുന്ന, അതുപോലെ തന്നെ വിശ്വാസത്തിനും വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയാണ് ഇത്. അങ്ങനെയാണ് ഈ കഥ പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ പാഠം തീർന്നിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും മാർക്കൊക്കെ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചു എന്നും വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് ഉമ്മച്ചിമാരുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ചെറിയ ഒരു ദിവസത്തെ മാത്രം ഒരു പനി പിടിപെട്ടിരുന്നു. അതിന് ശേഷം വന്നതാണ് ഈ ചുമ. അതുപോലെ ചുമ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. പിന്നെന്താ, നിങ്ങളൊക്കെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതുവരെ കിട്ടിയതിൽ 2 B ഗ്രേഡ് വന്നിട്ടുണ്ട്. ഇനി കിട്ടാൻ പോകുന്ന ഒരൊറ്റ വിഷയം കൂടെ ഉള്ളൂ. അതിൽ ഇനിയിപ്പോൾ B ഗ്രേഡ് ആണോ A ഗ്രേഡ് ആണോ എന്ന് അറിയാൻ വയ്യ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ സ്റ്റോറീനെ പറ്റിയിട്ട് ചെറിയൊരു സമ്മറി പറയാനാണെങ്കിൽ, ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള 2-3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തത് ജോസഫാണ്, അതാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. രണ്ടാമത്തത് ഹിലാരിയോയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് മാരിയോ പീസാണ്. മാരിയോ പീസിൻ്റെ റോൾ വലുതായിട്ട് വരുന്നില്ല, ഹിലാരിയോടെ വരുന്നില്ല. പിന്നെ ഹിലാരിയോടെ സിസ്റ്ററിനാണ് ഗിഫ്റ്റ് കൊടുക്കാൻ ആ ഒരു റോളുണ്ട്. ഈ 4 പേരാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അല്ലാതെ ചില ക്യാരക്ടേഴ്സിനെ കൂട്ടാലോ. അപ്പോൾ ഓർഫനേജിലെ ആള്,
പിന്നെ ആ ഓർഫനേജിലെ കുട്ടികൾ അവരെയൊക്കെ നമുക്ക് ക്യാരക്ടേഴ്സായിട്ട് കൂട്ടാം. അപ്പം അങ്ങനെ ആ ഒരു ഓർഫനേജിൽ താമസിക്കുന്ന ആ ഒരു കുട്ടിയുടെ കഥ, ആ ഒരു നിസ്സഹായമായ അവസ്ഥ, ടോയ്സിനോടൊന്നും വലിയ മതിപ്പില്ലാതെ ഒരു യെല്ലോ അംബ്രല്ല കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ ഒരു കുട്ടിയുടെ ഒരു കഥയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് മെയിനായിട്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈ.